എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജൂലൈയിൽ നടന്ന ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് പേപ്പറിൻ്റെ പാർട്ട് 2-ൻ്റെ ഡിസ്കഷനാണ്. ഇന്ന് നമുക്ക് 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് 3 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. ഇതിൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1-ഉം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും വിത്ത് ബുക്സ് ആണ്. നമുക്ക് ഈ 2 പുസ്തകങ്ങളും എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് വിത്തൗട്ട് ബുക്കാണ്. പരീക്ഷ വിജയിക്കുന്നതിനായി നമുക്ക് 40% മാർക്ക് മാത്രം മതിയാകും. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് പരീക്ഷയ്ക്ക് കേരള PSC മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിരന്തരം വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഈ പേപ്പർ പാസ്സാകാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. The audit of accounts of government companies are performed by Comptroller and Auditor General in accordance with the provisions of സർക്കാർ കമ്പനികളുടെ അക്കൗണ്ടുകളുടെ ഓഡിറ്റ് കമ്പനി നിയമം 1956 വ്യവസ്ഥകൾക്കനുസൃതമായി C&AG നടത്തുന്നു. ആൻസർ കമ്പനീസ് ആക്ട് 1956. The control of the resource operations of the Government of India and of states are vested with ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാനങ്ങളുടെയും റിസോഴ്സ് പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷിപ്തമാണ്. ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നോ ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ വിത്തൗട്ട് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ മുൻകൂർ അനുമതിയില്ലാതെ ഒരു ബില്ലും ലോക്സഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അനുമതിയില്ലാതെ ഒരു ബില്ലും ലോക്സഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. ആൻസർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പാർട്ട് 2 ഓഫ് ദ ഗവൺമെൻറ് അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് ഗവൺമെൻറ് അക്കൗണ്ടിൻ്റെ ഭാഗം 2 കൈകാര്യം ചെയ്യുന്നത് കണ്ടിൻജൻസി ഫണ്ടിനെ കുറിച്ചാണ്. ആൻസർ കണ്ടിൻജൻസി ഫണ്ട്. ദ ഇൻസ്ട്രക്ഷൻസ് റിലേറ്റിംഗ് ടു ദ പ്രിപ്പറേഷൻസ് ആൻഡ് submission of appropriation accounts by Accountant General are included in the dash issued by the Authority of Comptroller and Auditor General. അക്കൗണ്ടന്റ് ജനറലിൻ്റെ വിനിയോഗ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതും സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ അതോറിറ്റി പുറപ്പെടുവിച്ച ഓഡിറ്റ് മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻസർ ഓഡിറ്റ് മാനുവൽ. Each branch of the State Bank of India transacting government business act as an agent of സർക്കാർ ബിസിനസ് ഇടപാട് നടത്തുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓരോ ശാഖയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഏജൻ്റായി പ്രവർത്തിക്കുന്നു. ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ട്രാൻസാക്ഷൻസ് പെർട്ടൈനിങ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ settled directly with Reserve Bank of India through the head of സംസ്ഥാന ഗവൺമെൻറ്റുകളെ സംബന്ധിക്കുന്ന ഇടപാടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി നേരിട്ട് തീർപ്പാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അക്കൗണ്ട് ക്രമീകരിക്കൽ മൂലമാണ്. ആൻസർ അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ദ ടെന്നർ ഓർ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈസ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കാലാവധി 6 വർഷം 65 വയസ്സ് ഏതാണോ ആദ്യം. ആൻസർ 6 years or 65 years of age whichever is earlier. Which among the following words have not defined either in the Constitution or in the C&AG's DPC Act 1971? First authority, second accounts, third appropriation, fourth body. താഴെ പറയുന്ന ഏത് വാക്കുകളാണ് ഭരണഘടനയിലോ
C&AGയുടെ DCP നിയമം 1971 നിർവചിച്ചിട്ടില്ലാത്തത്? ആൻസർ അതോറിറ്റി ആൻഡ് ബോഡി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതോറിറ്റി, ബോഡി എന്നീ പദങ്ങൾ C&AGയുടെ DPC ആക്ട് 97 പറഞ്ഞിട്ടില്ല. അക്കൗണ്ട്സ്, അപ്രോപ്രിയേഷൻ എന്നീ ടേമുകൾ DPC ആക്ട് 1971 നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻ വിച്ച് ഇയർ ഓഡിറ്റ് ബോർഡ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്? ഓഡിറ്റ് ബോർഡ് സംവിധാനം നിലവിൽ വന്നത് 1969 1969. Which among the following article allows the state government to borrow money within the territory of India upon the security of consolidated fund of the state? സംസ്ഥാനത്തിൻ്റെ ഏകീകൃത ഫണ്ടിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇന്ത്യൻ പ്രദേശത്ത് പണം കടം വാങ്ങാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കുന്ന ആർട്ടിക്കിൾ 293 ആണ്. ആൻസർ ആർട്ടിക്കിൾ 293. Dash are the units of the fiscal system and the point at which the public account starts. ട്രഷറികൾ ധനവ്യവസ്ഥയുടെ യൂണിറ്റും പൊതു അക്കൗണ്ട് ആരംഭിക്കുന്ന പോയിന്റുമാണ്. ആൻസർ ട്രഷറീസ്. The audit of the Comptroller and Auditor General is comprehensive and includes regularity audit, proprietary audit, efficiency cum performance audit, appropriation audit. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റ് സമഗ്രവും കൂടാതെ ഡാഷും ഉൾപ്പെടുന്നു. താഴെ പറയുന്ന 4 പോയിന്റുകളിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ഇതിൽ ആൻസറായി വരുന്നത് 1, 2, 3 മാത്രമാണ്. അതായത് റെഗുലാരിറ്റി ഓഡിറ്റ്, പ്രൊപ്രൈറ്ററി ഓഡിറ്റ്, എഫിഷ്യൻസി കം പെർഫോമൻസ് ഓഡിറ്റ് എന്നീ 3 എണ്ണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ടതാണ്. The mass of the government account being on dash system. ഗവൺമെൻറ് അക്കൗണ്ടിൻ്റെ മാസ് പണം സിസ്റ്റത്തിലാണ്. ആൻസർ ക്യാഷ് സിസ്റ്റം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഗ്രാമസഭ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243A ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആൻസർ 243A. There are dash fundamental rights in our constitution. നമ്മുടെ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ആൻസർ 6. Which of the following pair is not correctly matched? താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 243G പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്തിനെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 243Q കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 243ZM ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ദ കോൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ 69 നോക്കാം. The cost of additional police guards supplied to an irrigation or other projects while under construction may be charged to the. നിർമ്മാണത്തിലിരിക്കെ ജലസേചനത്തിനോ മറ്റ് പദ്ധതികൾക്കോ നൽകുന്ന അധിക പോലീസ് ഗാർഡുകളുടെ ചെലവ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടതിൽ നിന്നും ഈടാക്കുന്നു. ആൻസർ പ്രൊജക്റ്റ് കൺസേൺ. Expenditure on the maintenance and repairs of all government non-residential building will be accounted under the major head of. എല്ലാ ഗവൺമെൻറ് നോൺ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കും അറ്റകുറ്റപ്പണികൾക്കായുള്ള ചെലവുകൾ 2059 പൊതുമരാമത്തിൻ്റെ മേജർ ഹെഡിൻ്റെ കീഴിൽ കണക്കാക്കും. ആൻസർ 2059 പബ്ലിക് വർക്ക്സ്. Taxes both on residential or non-residential buildings owned or occupied by the Defense Department is debited to the.
പ്രതിരോധ വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതോ കൈവശം വച്ചിരിക്കുന്നതോ ആയ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ നോൺ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ നികുതി ഡിഫൻസ് സർവീസ് എസ്റ്റിമേറ്റിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു. ആൻസർ ഡിഫൻസ് സർവീസ് എസ്റ്റിമേറ്റ്. ഐഡൻറ്റിഫൈ ദ മിസ്മാച്ച്ഡ് ആർട്ടിക്കിൾസ്. താഴെ പറയുന്നവയിൽ പൊരുത്തമില്ലാത്ത ആർട്ടിക്കിളുകൾ തിരിച്ചറിയുക. ഇവിടെ ഉത്തരമായി വരുന്നത് 2ഉം 3ഉം ആണ്. 2ഉം 3ഉം പൊരുത്തമില്ലാത്ത ആർട്ടിക്കിളുകളാണ്. ആൻസർ ഓപ്ഷൻ ബി. Which article of the Indian Constitution referred about National Judicial Appointment Commission? ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ആർട്ടിക്കിൾ 124A. ആർട്ടിക്കിൾ 124A നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. എ ബോഡി consisting of persons registered in the electoral roll relating to a village comprised within the area of panchayat at the village level is called. ഗ്രാമതലത്തിൽ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന ഒരു വില്ലേജുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികൾ അടങ്ങുന്ന ഒരു ബോഡിയെ ഗ്രാമസഭ എന്ന് വിളിക്കുന്നു. ആൻസർ ഗ്രാമസഭ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ജനുവരി 26, 1950. വിച്ച് among the following main concepts applicable to commercial accounts? വാണിജ്യ അക്കൗണ്ടുകൾക്ക് ബാധകമായ താഴെ പറയുന്ന പ്രധാന ആശയങ്ങൾ ഏതാണ്? ആൻസർ ഓൾ ഓഫ് ദീസ്. ഫിനാൻഷ്യൽ കണ്ടീഷൻ, റിസൾട്ട് ഓഫ് ഓപ്പറേഷൻസ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്നിവയെല്ലാം വാണിജ്യ അക്കൗണ്ടുകൾ കൊമേഴ്സ്യൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടവയാണ്. വിച്ച് among the following represents a fair and correct view of the financial stewardship of the government during the year? വർഷത്തിൽ സർക്കാരിൻ്റെ സാമ്പത്തിക കാര്യനിർവഹണത്തിൻ്റെ ന്യായവും ശരിയായതുമായ വീക്ഷണത്തെ പ്രതിനിധീകരിക്കുന്നത് വാർഷിക അക്കൗണ്ടുകളാണ്. ആൻസർ ആനുവൽ അക്കൗണ്ട്സ്. Which article of the Indian Constitution deals with amendments of the Constitution? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ആർട്ടിക്കിൾ 368. How many schedules are there in Indian Constitution? ഇന്ത്യൻ ഭരണഘടനയിൽ 12 ഷെഡ്യൂളുകളാണ് ഉള്ളത്. ആൻസർ 12 schedules. There are dash types of writs mentioned in Article 32 of the Constitution. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന 5 തരത്തിൽ റിട്ടുകളുണ്ട്. ആൻസർ 5. There are dash types of writs mentioned in Article 32 of the Constitution. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്നത് 5 തരത്തിലുള്ള റിട്ടുകളാണ്. ആൻസർ 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ? താഴെ പറയുന്ന ഏത് ആർട്ടിക്കിളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിൻറ്റഡ് ബൈ. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ആൻസർ ഇന്ത്യൻ പ്രസിഡൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് മെൻഷൻസ് അബൌട്ട് ദ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ യഥാർത്ഥ അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 131. ആൻസർ ആർട്ടിക്കിൾ 131. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? താഴെ പറഞ്ഞവയിൽ ഏതാണ് ഭരണഘടനാ സ്ഥാപനമല്ലാത്തത്? ആൻസർ ദേശീയ വനിതാ കമ്മീഷൻ. വിച്ച് among the following is not come under the category of indirect tax? താഴെ പറയുന്നവയിൽ പരോക്ഷ നികുതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ആദായ നികുതി.
Income tax. Which of the following article of the Indian Constitution empowers the President of India to grant pardons to any person? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ഏതൊരാൾക്കും മാപ്പ് നൽകാൻ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത്? ആൻസർ ആർട്ടിക്കിൾ 72. ഐഡൻറ്റിഫൈ ദ മാച്ച്ഡ് ആർട്ടിക്കിൾ ആൻഡ് ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 148 പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 149 ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് CAG ആണ്. ആർട്ടിക്കിൾ 150 ഫോംസ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് യൂണിയൻ ആൻഡ് ഓഫ് ദ സ്റ്റേറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 151 പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടുകളെ കുറിച്ചാണ്. സോ ആൻസർ ഓപ്ഷൻ ബി. ട്രാൻസാക്ഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിത്ത് ദ യുണൈറ്റഡ് കിങ്ഡം ആൻഡ് അതർ കൺട്രീസ് ആർ അഡ്ജസ്റ്റഡ് ത്രൂ ദ സിസ്റ്റം ഓഫ്. യുണൈറ്റഡ് കിങ്ഡവുമായും മറ്റ് രാജ്യങ്ങളുമായും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ അക്കൗണ്ടൻറ്റ് കറൻറ്റിലൂടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ആൻസർ അക്കൗണ്ട് കറൻറ്റ്. ഐഡൻറ്റിഫൈ ദ വോട്ടഡ് എക്സ്പെൻഡിച്ചർ ഓഫ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ വോട്ടഡ് എക്സ്പെൻഡിച്ചർ മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. ആൻസർ ഓൾ ഓഫ് ദ എബോവ്. പേ ആൻഡ് അലവൻസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്, ട്രാവലിംഗ് അലവൻസസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്, എക്സ്പെൻഡിച്ചർ ഓൺ വർക്ക്, ഇവയെല്ലാം വോട്ടഡ് എക്സ്പെൻഡിച്ചർ ഓഫ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ദ പ്രൊസീജിയർ ഫോർ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് സ്റ്റോർഡ് ഇഷ്യൂസ് ഫ്രം ദ സ്റ്റോക്ക് ഓർ മെറ്റീരിയൽ അക്കൗണ്ട് ഇൻ ദ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ആർട്ടിക്കിൾ 18 ഇൻ വോളിയം 3 ഓഫ്. പൊതുമരാമത്ത് വകുപ്പിലെ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ മെറ്റീരിയൽസ് അക്കൗണ്ടിൽ നിന്ന് ഇഷ്യൂ ചെയ്ത സ്റ്റോറുകളുടെ വില ക്രമീകരിക്കുന്നതിനുള്ള നടപടിക്രമം കേരള അക്കൗണ്ട് കോഡ് വോളിയം 3 ആർട്ടിക്കിൾ 18 നിർദ്ദേശിച്ചിരിക്കുന്നു. ആൻസർ കേരള അക്കൗണ്ട് കോഡ്. ഹൗ മെനി സബ്ജക്ട്സ് ഡസ് ദ യൂണിയൻ ലിസ്റ്റ് കണ്ടെയ്ൻ? ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ 92 നോക്കാം. The executive power of the state is vested in the hands of. സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം ഗവർണറുടെ കയ്യിൽ നിക്ഷിപ്തമാണ്. ആൻസർ ഗവർണർ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് ചരക്ക് സേവന നികുതി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ആർട്ടിക്കിൾ 279A. The term office of the Comptroller and Auditor General is borrowed or taken from the Constitution of. ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ 95 നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട്, മാനുഫാക്ചറിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ ടുഗദർ കോൾഡ്. ട്രേഡിംഗ് അക്കൗണ്ട്, മാനുഫാക്ചറിംഗ് അക്കൗണ്ട്, ലാഭനഷ്ട അക്കൗണ്ട് എന്നിവ ഒരുമിച്ച് പ്രൊഫോർമ അക്കൗണ്ടുകൾ എന്ന് വിളിക്കുന്നു. ആൻസർ പ്രൊഫോർമ അക്കൗണ്ട്സ്. ഹു എമംഗ് ദ ഫോളോയിങ് ജനറലി കണ്ടക്ട് അക്കൗണ്ടൻസി ഓഡിറ്റ് ആൻഡ് റെഗുലാരിറ്റി ഓഡിറ്റ്? താഴെ പറയുന്നവയിൽ നിന്നും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് സാധാരണയായി അക്കൗണ്ടൻസി ഓഡിറ്റും റെഗുലാരിറ്റി ഓഡിറ്റും നടത്തുന്നത്. ആൻസർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ദ ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി PAC ഈസ് അപ്പോയിൻറ്റഡ് ബൈ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷനെ നിയമിക്കുന്നത് സ്പീക്കർ ഓഫ് ലോക്സഭയാണ്. ആൻസർ ലോക്സഭ സ്പീക്കർ. വിച്ച് among the following is not a function of estimate committee? താഴെ പറഞ്ഞവയിൽ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനമല്ലാത്തത് ഏതാണ്? ആൻസർ ടു എക്സാമിൻ ദ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ദ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഓഫ് ദ യൂണിയൻ. യൂണിയൻ്റെ വിനിയോഗ അക്കൗണ്ടും സാമ്പത്തിക അക്കൗണ്ടും പരിശോധിക്കുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്നതല്ല. ദ സ്ട്രെങ്ത് ഓഫ് ദ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റീസ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അംഗബലം 22 ആണ്. ആൻസർ 22.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ കമ്മിറ്റി ഓഫ് പാർലമെൻറ്റ്? താഴെ പറഞ്ഞവയിൽ ഏതാണ് പാർലമെൻറ്റിൻ്റെ സാമ്പത്തിക സമിതി അല്ലാത്തത്? ആൻസർ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. ബാക്കിയുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എല്ലാം പാർലമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിൽ ഹയറിന് വരുന്ന 2024 ചോദിച്ച ചോദ്യങ്ങൾ. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.